നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഫോക്കസ് ടി വിയിലും മറുനാടൻ ടി വിയിലും ഇന്ധനമില്ലാത്ത ഓടുന്ന ഒരു ജനറേറ്റർ, അച്ചൻകുഞ്ഞേട്ടൻ്റെ ചങ്ങനാശ്ശേരി, കോട്ടയം ചങ്ങനാശ്ശേരിക്കാരൻ ഒരു അച്ചൻകുഞ്ഞേട്ടൻ്റെ ജനറേറ്റർ, അത് യാതൊരു ഇന്ധനമില്ലാതെ ഓടുന്ന ഒരു ജനറേറ്റർ. ആ ജനറേറ്റർ അതിനെപ്പറ്റി അവർ വീഡിയോ ചെയ്തു. അവരവിടെ പോയി ഫോക്കസ് ടി വിയും അതേമാതിരി മറുനാടൻ ടി വിയും അവിടെ പോയി ചെയ്തു. അത് നമ്മൾ കണ്ടു, എല്ലാവരും തന്നെ കണ്ടു. കാണാത്തവർ ഒന്നുകൂടെ കാണുക, കണ്ടിട്ട് ഈ വീഡിയോ കാണുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കുഴപ്പങ്ങളും പറഞ്ഞ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞ് ചില ആളുകൾ വീഡിയോ ചെയ്തു. പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഫിസിക്സ് ഇത് സംഭവിക്കില്ല, ഇതിപ്പോൾ ലോകം മുഴുവൻ കീഴ്മ മറിയും, ഇത് സത്യമാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം സത്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സംവിധാനമാണല്ലോ എന്ന് ഞാനും വിചാരിച്ചു. ഞാനിത് പഴയ കാലത്ത് മുതൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കണ കാലത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലുണ്ട്. ഇങ്ങനെ പല പല പരിപാടികളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് അതൊന്നും നമുക്കങ്ങനെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി അത് ഒരു ഹരം കയറിയാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒരു ആള് എത്രമാത്രം ശ്രമം നടത്തിയിട്ടാണ് ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ ചിന്തിക്കണം. പുള്ളി പല പ്രാവശ്യം പല രീതിയിൽ അവിടെ പുള്ളിയുടെ റൂമുകളിൽ കാണാം പല മോട്ടറും സംവിധാനങ്ങളും കണ്ടുപിടിച്ച ഒരു മലയാളിയെ നമ്മൾ മലയാളികൾ ഇങ്ങനെ കുറ്റം പറയരുത്. പുള്ളി കണ്ടുപിടിച്ച തിയറി ഫിസിക്സിൽ എതിരായിരിക്കാം, ഇത്രയും കാലം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ തിയറിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഇന്ന് വരെ നമ്മൾ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തി. നാളെ വേറെ തിയറി വരാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ശാസ്ത്രം എന്തിനാ? പല പല തിയറി വെച്ച് നമ്മൾക്ക് മുമ്പോട്ട് പോകണ്ടേ? അപ്പോൾ ആ ഒരു കാര്യത്തിൽ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാണ് നമ്മൾ ഒരു മലയാളിയിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിന് പുള്ളിയെ കുറ്റം പറയുന്ന വീഡിയോകൾ പലപ്പോഴും പലത് കണ്ടപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാറില്ല, ചെയ്തില്ല. അപ്പോൾ എനിക്കിത് ചെയ്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 800 cc കാറിൽ എൻ്റെ മാതിരി ഒരു അല്പം തടിയൊക്കെ ഉള്ള ആളുകൾ ഒരു 5-6 പേര് വെച്ച് നമ്മൾ മൂന്നാർ പോയിട്ടില്ലേ? ഈ 800 cc എൻജിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 800 cc ഉള്ള എൻജിൻ പ്രവർത്തിച്ചത്, ആ 800 cc എൻജിൻ നേരിട്ട് നമ്മൾ ടയറിലേക്ക് കൊടുത്താൽ ഇത്രയും ആളുകൾ വലിച്ചുകൊണ്ട് പോയില്ല. അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്തത് ഗിയർ ബോക്സാണ്. ഈ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ ഒരു ടർബോ ഗിയർ ബോക്സ് എൻ്റെ കണ്ടുപിടുത്തമാണെന്ന്. ആ ഗിയർ ബോക്സാണ് പുള്ളിയെ അതിൽ നിന്ന് അത് രക്ഷിച്ചത്. കാരണം അര HP മോട്ടർ പുള്ളി DC മോട്ടർ വെച്ച് 3000 ആൾട്ടർനേറ്റർ അത് പുള്ളി വർക്ക് ചെയ്യിച്ചു. അത് വർക്ക് ചെയ്തത് പുള്ളി തന്നെ പറയുന്നുണ്ട് അത് പുള്ളിയുടെ ഗിയർ ബോക്സ് കൊണ്ടാണ്. കാരണം ഈ പറയുന്ന അര HP DC മോട്ടർ കൊണ്ട് പുള്ളി അതിനകത്ത് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. പുള്ളി സത്യസന്ധമായിട്ട് പറയുന്നുണ്ട് അതിലൊരു ചാർജർ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ബാറ്ററി ചാർജ് ആവാൻ. അത് കൂടാതെ അതിൽ ഒരു DC മോട്ടർ വർക്ക് ചെയ്താണ് പുള്ളി 3000 ഇത് വർക്ക് ചെയ്യണേ. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് പുള്ളിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് 1800-2000 ഉള്ളൂ. കാരണം 1000 തിരിച്ച് ഈ അരയുടെ മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി, DC മോട്ടർ വർക്ക് ചെയ്യാൻ വേണ്ടി ബാറ്ററിയിലേക്ക് പോകുന്നുണ്ട്. ആ ബാറ്ററിയിലേക്ക് പോകുന്നത് കൊണ്ട് അത് പുള്ളിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കുറവാണ്. ഒരു 750-800 വാട്ട് അതിലേക്ക് പോകുന്നുണ്ട്. ബാക്കി 2000 വാട്ടാണ് പുറത്തേക്ക് വരുന്നുള്ളൂ എന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ വീട്ടിലെ ഫ്രിഡ്ജ്, TV എല്ലാം ഓടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആളുകൾ പറയുന്ന അതിലെ ഓരോരുത്തരെ കമൻറ്റ് പറഞ്ഞാൽ, എന്നാൽ ചേട്ടൻ എന്തിനാ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കണേ, അതിൽ ഓടിച്ചാൽ പോരെ, പുള്ളി അതിൽ ചിലപ്പോൾ ആയിരിക്കും ഓടിക്കണേ, നമുക്കറിയോ. ഇനി ഇത് കാണിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞ പുള്ളി പറയുന്നുണ്ട് പുള്ളി മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. മുഖ്യമന്ത്രി അത് മറ്റേ ഇലക്ട്രിക്കൽ വിങ്ങിലേക്ക് ഫോർവേഡ് ചെയ്തു. പിന്നീട് ഇലക്ഷനൊക്കെ കാരണം അത് അങ്ങനെ അവിടെ നിൽക്കുകയായിരിക്കാം. എന്താണോ പുള്ളി അതിനെപ്പറ്റി പിന്നെ ഫോളോ ചെയ്തിട്ടില്ല. പുള്ളിയെ സംബന്ധിച്ച് ഇത് ഒരു 1000-10,000 ഉണ്ടാക്കി കൊടുക്കാൻ
ആളെ കിട്ടിയാൽ മാത്രം പോരാ, പുള്ളിക്ക് പേറ്റന്റ് കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ആ ചേട്ടന് പേറ്റന്റ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ലോകത്തെ കീഴ്മേ മറിക്കുന്ന ഒരു പ്രതിഭാസം പുള്ളി ചെയ്തു വെച്ചാണ്. അതുകൊണ്ട് പുള്ളിക്ക് പേറ്റന്റ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പുള്ളി ചെയ്ത് തെറ്റാണ് എന്ന് ഞാൻ സമ്മതിക്കില്ല. പേറ്റന്റ് കിട്ടിയാൽ മാത്രമാണ് സത്യം എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. എന്നാൽ പുള്ളി ഇത് പേറ്റന്റ് കിട്ടാതെ പുറത്തിറക്കാൻ പുള്ളിക്ക് സാധിക്കില്ല. കാരണം പുള്ളിയുടെ ഗിയർ ബോക്സും അല്ലെങ്കിൽ അതിലുപയോഗിച്ചിരിക്കുന്ന തിയറിയും ഏതൊരാളുടെ ഒരു വർഷപ്പുകാരൻ്റെ കിട്ടിയാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സംവിധാനമാണ്, സിമ്പിളായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് പുള്ളിക്ക് പേറ്റന്റ് എടുക്കാതെ പുള്ളിക്ക് അത് പുറത്തിറക്കാനും പറ്റില്ല. പറയുന്നുണ്ട് പല ആളുകളും 10 പേർക്ക് ഉണ്ടാക്കി കൊടുത്ത് അയൽവക്കക്കാർക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല. കാരണം പുള്ളിയുടെ എത്ര കാലത്തെ ഒരു ആത്മാർത്ഥമായ വീട്ടുകാർ വരെ പുള്ളിക്ക് എതിരാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. നാട്ടുകാര്, വീട്ടുകാര് എല്ലാവരും എതിർത്തിട്ടും പുള്ളിയുടെ ആ ഗിയർ ബോക്സ് പുള്ളിക്ക് ഗിയർ ബോക്സ് ഉണ്ടാക്കാൻ അറിയാം. പുള്ളി ഗിയർ ബോക്സ് പറഞ്ഞുണ്ടാക്കി, പുള്ളി അത് ചെയ്തു. വേണ്ട, നമ്മളൊരു 90 cc ബൈക്കിൽ നമ്മൾ പേരിലെങ്കിലും 2-3 പേര് ഇപ്പോൾ ഉള്ളേ, അത് ഗിയർ ബോക്സിന്റെ കഴിവുകൊണ്ടാണ്. അപ്പൊ ഗിയർ ബോക്സിലാണ് അത് മുമ്പോട്ട് പോണത്. എന്തിനു പറയണം, നമ്മള് വെറും സൈക്കിൾ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്ന 2 സഹോദരന്മാരല്ലേ ഈ ലോകത്ത് ഫ്ലൈറ്റ് മുകളിലേക്ക് ഈ 2 എഞ്ചിൻ വെച്ച് അവർ കയറി പോയത്. അന്ന് ഒരെഞ്ചിനാണോ 2 എഞ്ചിനാണെന്ന് തോന്നുന്നു. 2 എഞ്ചിൻ വെച്ച് അവര് ഈ ലോകത്തെ മുഴുവൻ പറപ്പിക്കുകയല്ലേ, ആളുകളെ മുഴുവൻ വെച്ച്. അപ്പം നമുക്ക് ഇതൊന്നും പറയാം വേണ്ട. നമ്മൾ ഈ അടുത്തിടയ്ക്ക് നമ്മൾ ഒരു സഹോദരി കൂടി ചന്ദ്രനിൽ പോയി വന്നു. 4 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്തു പോയി വന്നപ്പോൾ ഇത് അത്രയും ഈ 4 ലക്ഷം കിലോമീറ്ററിലുള്ള ഇന്ധനം മുഴുവൻ നിറച്ചിക്കണമെങ്കിൽ എത്രമാത്രം ഇന്ധനം വേണം? അത് പല തിയറികൾ ഉപയോഗിച്ചാണ്. സോളാർ ഇത് ഉപയോഗിച്ചു, പിന്നെ ഗുരുത്വാകർഷണങ്ങൾ, അങ്ങനെയുള്ള ആകർഷണങ്ങൾ വഴിയാണ് അത് മുകളിലേക്ക് പോയത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ചേട്ടൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ അത്. കാരണം എന്നെ ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ സോളാർ പ്രോജക്റ്റായിട്ട് നടക്കുന്നവരൊക്കെ ഇതിൽ നെഗറ്റീവ് കമൻ്റ് ഇടും. നിങ്ങൾ സോളാറുകാർ ഒരിക്കലും പേടിക്കേണ്ട. കാരണം ഇത് നടപ്പാക്കാൻ സമ്മതിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഇത് ശരിയാണെങ്കിലും. കാരണം എത്ര ഇൻവെസ്റ്റ്മെൻറ്റായി നടക്കുന്നത് ലോകത്ത്, ഇത്രയും മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന ഈ സോളാർ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊജക്റ്റുകൾ, ഈ വൈദ്യുതി പ്രൊജക്റ്റുകൾ, ഒന്നും മാറാൻ അല്ലെങ്കിൽ ലോകം താൽക്കാലികമായിട്ടൊന്നും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ പുള്ളിക്ക് ചെയ്യാവുന്ന സർക്കാരിന്, പിന്നെ നമുക്ക് കേരള സർക്കാരിന് ഇത് ഏറ്റെടുത്ത് കെല്ല് അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത് വികസിപ്പിച്ച് ലോകത്തിന് മുഴുവൻ ഇത് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ ചിലപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയ ലാഭവിധം കൊടുത്തുകൊണ്ട് ലോകത്ത് മുഴുവൻ വിൽപ്പന നടത്താൻ പറ്റും. ഇപ്പോഴത്തെ ഈ ഇന്ധന പ്രതിസന്ധിക്കൊക്കെ വലിയതായ ഒപ്പൊക്കെ സമ്മതിക്കുമോ? ഇവരൊന്നും സമ്മതിക്കില്ല. ഇത് ആ ചേട്ടനെ സംബന്ധിച്ച് ഞാൻ ആ ചേട്ടൻ കണ്ടുപിടിച്ച് ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കുമ്പോൾ വലിയ സന്തോഷവും. പുള്ളിയെ സംബന്ധിച്ച് ഒരു പക്ഷേ പുള്ളിയെ വിലക്കെടുക്കാൻ വരെ, നല്ല വിലക്ക് എടുക്കാൻ വലിയ വലിയ കോർപ്പറേറ്റുകൾ വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നാളെ ഒരു പക്ഷേ നമ്മൾ ഈ വീഡിയോകളോ അല്ലെങ്കിൽ ഈ പദ്ധതിയെ പറ്റിയോ ചർച്ച പോലും ഉണ്ടാവില്ല. ഇത് കുറെ കഴിയുമ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ആവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രാജ്യത്ത് ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഈ പ്രതിസന്ധി വരികയാണെങ്കിൽ ഈ പദ്ധതിയൊക്കെ മുമ്പോട്ട് വരും. ഇതൊക്കെ എല്ലാവരും വലിയ വലിയ കോർപ്പറേറ്റുകൾ ഇതൊക്കെ എല്ലാം അവരുടെ ഡാറ്റയിൽ സേവ് ചെയ്യും. അപ്പോൾ അവർ ഇതൊക്കെ ആയിട്ട് പിന്നീട് മുമ്പോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒന്നെങ്കിൽ നമ്മൾ മലയാളികളെല്ലാം കൂടി പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കേരളക്കരയുടെ ഒരു വലിയൊരു പ്രൊജക്റ്റായിട്ട് ഇത് മാറ്റിയെടുക്കണം. അതിന് സർക്കാരുകളുടെയും കൂടെ ഉണ്ടെങ്കിൽ അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പുള്ളിയുടെ ആ തിയറി ഒരിക്കലും കാരണം പുള്ളി ആത്മാർത്ഥമായിട്ട് പുള്ളി അത് പറയുന്നത്. 6 HP DC മോട്ടർ കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന 3000-ന്റെ ആൾട്ടർനേറ്റർ വർക്ക് ചെയ്യാൻ അതിനിടയ്ക്കൊരു ഗിയർ ബോക്സാണ് പുള്ളി വെച്ചേക്കണേ. ആ ഗിയർ ബോക്സിലാണ് അതിന് തിയറി, ടർബോ ഗിയർ ബോക്സ് എന്നാണ് പുള്ളി പറയണത്. അപ്പം അതിന് പവർ ലോസ് ഒക്കെ വരാതിരിക്കാനാണ് പുള്ളി ഒരു ബാറ്ററിയും വേറെ ഒരു DC മോട്ടറും പിന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ വരാതിരിക്കും. ഇതിപ്പോൾ ചെറിയ മോട്ടറാകുമ്പോൾ നമുക്ക് തിരിച്ച് കറക്കാം, അല്ലെങ്കിൽ ചെറിയ ബാറ്ററി കൊടുത്ത് കറക്കാം. ഇതിപ്പോൾ ആ തിയറി തന്നെ, ആ ബാറ്ററി തിയറി തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചേക്കണേ. ആ ബാറ്ററി വീണ്ടും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊരു 800 വാട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണു. അതാണ് പുള്ളിയുടെ തിയറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ കണ്ടുപിടുത്തത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. നമ്മൾ പുള്ളിയുടെ കൂടെ ഫുൾ സപ്പോർട്ടിൽ ഈ കേരളക്കാരെ ഒന്നിച്ച് നിൽക്കണം. പക്ഷെ എന്നോർത്ത്
ഇവിടുത്തെ സോളാർ കമ്പനിക്കാരോ ഇവരാരും ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് പറയാം, സോളാറിനെ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ 4 വർഷത്തിന് മേലെയായല്ലോ സോളാർ വെച്ചതും. അന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാനിത് ഇട്ട് തരികയും അതിനെ ഒത്തിരി പേര് നമ്മുടെ വീഡിയോ കണ്ട് സോളാർ വെച്ച ആളുകളുണ്ട്. അതിൻ്റെ ലാഭവും ഒക്കെ ഞാൻ സോളാറിൽ നിന്ന് കിട്ടുന്ന ലാഭവും എല്ലാം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതിന് നിങ്ങളാരും സോളാർ ഇത് ഈ ഒരു സാധനം വരുമെന്നോർത്ത് ആ സോളാർ ഒഴിവാക്കണ്ട. കാരണം ഇത് വരുമായിരിക്കാം, എപ്പോൾ 25 വർഷം കഴിഞ്ഞ് ഇത് വരുമായിരിക്കാം. ഇത് ഈ പുള്ളിയുടെ കണ്ടുപിടുത്തം മോശമാണെന്നോ ഒന്നും ഞാൻ ഇല്ല. അച്ചൻകുഞ്ഞേട്ടൻ്റെ ആ തിയറി തന്നെയാണ്. പുള്ളിയുടെ ഒത്തിരി ഹാർഡ് വർക്ക് കൊണ്ട് ഒത്തിരി രൂപ അതിന് വേണ്ടി പുള്ളി ചിലവ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ കുറ്റം പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അവർ വെറുതെ അങ്ങോട്ട് കയറി പറയുകയാണ്. അത് പറയുന്നവർ കൂടുതൽ എനിക്കറിയാം, ആ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കൂടുതൽ ആളുകളും ഈ സോളാറുമായി ഒക്കെ ബന്ധപ്പെട്ടവരായിരിക്കാം. അവർക്ക് പേടിക്കേണ്ട കാര്യമില്ലാതെ നിങ്ങൾ ഒരു 10-25 വർഷത്തേക്ക് സോളാറിൻ്റെ ഒരു യുഗം തന്നെയാണ്. ഞാൻ സോളാറിനെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യാണ്. സോളാറ് ഇനി KSEB കുറ്റം പറഞ്ഞ് പലരും ഇതൊക്കെ പറയണല്ലോ. KSEB ഇല്ലെങ്കിൽ നമുക്ക് സോളാറിൻ്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. KSEB വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പദ്ധതി തന്നെയാണ്. അതിനൊന്നും എനിക്ക് എതിർപ്പില്ല. ഞാൻ ഇതിപ്പോൾ ഇത്ര കാലമായാലും വെച്ചിട്ട് KSEBിയുടെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം തന്നെ ഈ സോളാർ പ്രോജക്റ്റുകളിൽ തന്നെ. പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസ്ഫോർമറിലും ഉള്ള കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മേഖലയിൽ ഇപ്പോൾ സോളാർ ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. കാരണം ഒരു 100ൻ്റെ ട്രാൻസ്ഫോർമർ ആയിരിക്കണമെങ്കിൽ അതിൻ്റെ 70% എത്രയൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് അത്രയും സോളാറേ വെക്കാൻ പറ്റുള്ളൂ ആ ഏരിയയിൽ, ആ ട്രാൻസ്ഫോർമറിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമറുകൾ മാറ്റണം. സോളാർ പ്രൊജക്റ്റുകൾ മുമ്പോട്ട് പോട്ടെ. ഒരു 10-25 വർഷത്തേക്ക് സോളാർ തന്നെ പോകും. പുള്ളിയുടെ ആ വർക്ക് വളരെ സക്സസ് ആണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറ്റിയാൽ ഞാൻ അവിടെ ഒന്ന് പോയി കാണാൻ ശ്രമം നടത്തും. ഞാനിതെപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ചെറിയ ഒരു മോട്ടർ കൊണ്ട് വലിയ മോട്ടറുകൾ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പലപ്പോഴും അതിനെ ചെറിയ ചെറിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ആ ചേട്ടൻ്റെ മുഖത്ത് തന്നെ കാണാം ആ ചേട്ടൻ്റെ ആകാംക്ഷ. അപ്പം ഒരു പക്ഷേ ആ ചേട്ടന് വലിയൊരു കോർപ്പറേറ്റുകൾ ആ ചേട്ടനെ വിലക്കെടുക്കാം. ചേട്ടന് നന്നാവട്ടെ. ആ കോർപ്പറേറ്റുകൾ പിന്നീട് അത് ഇറക്കണം എന്നൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ ഇറക്കാം. അപ്പോൾ പുള്ളിക്ക് ഫണ്ട് വേണം എന്നൊക്കെ പറയുന്നത് ഇതിന് നിസ്സാര ഫണ്ട് പോരാം. എത്ര തവണ പുള്ളി ഡൽഹി പോയിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിന് വേണ്ടി. നമ്മൾ പുള്ളിയുടെ ആ ഒരു ശ്രമത്തെ നമ്മൾ അത് ഒന്നുമില്ലാതെ ആക്കി കളയരുത് ചിലർ അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചേട്ടൻ്റെ കൂടെയാണ്. നല്ല കട്ട സപ്പോർട്ടാണ് ഞാൻ ആ ചേട്ടന്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ധൈര്യമായിട്ട് മുന്നേറുക. ചേട്ടന് ഫണ്ടുകളൊക്കെ തന്നെ വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കണേ. ഒന്നുകിൽ ഇതുമായിട്ട് മുമ്പോട്ട് പോകാതിരിക്കാനുള്ള ഫണ്ടുകൾ, മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഫണ്ട് വരും. 2 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണേ കേട്ടോ, സത്യസന്ധമായിട്ട് ഞാൻ പറയണേ. പിന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതെടുക്കണം. നമുക്ക് പൊതുമേഖല സ്ഥാപനങ്ങളില്ലേ, നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് നമുക്ക് ബോട്ടുകൾക്കോ അല്ലെങ്കിൽ വീടുകൾക്കോ ഒക്കെ കൊടുക്കാം. ലോകം കീഴ്മേ മറിയും ഈ ഒരു പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോയാൽ. അതിനൊന്നും ഒരു സംശയവും വേണ്ട. പക്ഷേ ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ അനുവദിക്കും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സോളാർ വയ്ക്കാൻ താല്പര്യമുള്ള ഒരു സോളാർ വെച്ചോ. ആ കാര്യങ്ങളിലൊന്നും പുറകോട്ട് പോകണ്ട. കാരണം ഈ പദ്ധതി നടപ്പാക്കിയാൽ, ഇത് സത്യമാണ് എങ്കിൽ തന്നെ ഇത് നടപ്പാക്കാൻ ടൈം എടുക്കും. അതാണ് ഞാൻ പറയാനുള്ളത്. ചുരുങ്ങിയത് ഒരു 25 വർഷമെങ്കിലും അതങ്ങനെ അവിടെ കെടുക്കും. അങ്ങനെ പല പദ്ധതികളും നമ്മുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പദ്ധതികളെല്ലാം ഇങ്ങനെ പെൻഡിങ്ങിൽ കിടന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ചേട്ടന് എല്ലാവിധ ആശംസകളും. നമ്മളെല്ലാവരും ആ ചേട്ടൻ്റെ കൂടെ കട്ട സപ്പോർട്ട് തന്നെ ചെയ്തു. ആ ഗിയർ ബോക്സിൻ്റെ ആണ്, പുള്ളിയുടെ ടർബോ ഗിയർ ബോക്സിൻ്റെ ആ തിയറി കൊണ്ടാണ് അത് വർക്കാവുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആ ഗിയർ ബോക്സ് കൊണ്ട് കാരണം നമ്മുടെ ഒരു ഹിറ്റാച്ചി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? എത്ര വെയിറ്റ് അത് എടുക്കണേ? അത് ഗിയർ ബോക്സ് വഴി വർക്ക് ചെയ്ത് ഹൈഡ്രോളിക് പൈപ്പ് വഴി ഹൈഡ്രോളിക് പമ്പ് ചെയ്തല്ലേ ഇത് പോകുന്ന വർക്ക് ചെയ്യണേ. അല്ലെങ്കിൽ വലിയ വലിയ നമ്മളൊരു ചെറിയ മോട്ടർ കൊണ്ട് നമ്മുടെ വലിയ പാറകൾ പൊട്ടിക്കുന്ന ക്രഷറുകൾ എങ്ങനെ വർക്ക് ചെയ്യണേ? അപ്പം നമ്മൾ ഇതിൽ ഒന്നും നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം
പണ്ട് അങ്ങനെ ഒരു ശാസ്ത്രം കണ്ടുപിടിച്ച് ആ ശാസ്ത്രത്തിന് വേറെ ഒരു ശാസ്ത്രം കണ്ടുപിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നോടൊന്നും ഞാൻ യോജിക്കുള്ള. ശാസ്ത്രം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ തെറ്റായ രീതിയിൽ കാണരുത്. അപ്പോൾ അതുകൊണ്ട് അത് മുമ്പോട്ട് പോട്ടെ. ആ ചേട്ടൻ്റെ നല്ല രീതിയിൽ നല്ല ഒരു വീട്ടിൽ വയ്ക്കാവുന്ന ജനറേറ്റർ മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. അതിന് പേറ്റൻറ്റ് കിട്ടി ആ ചേട്ടൻ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ എങ്കിൽ പേറ്റൻറ്റ് കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഇവിടുത്തെ ഓയിലിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ സോഴ്സുകളായ പല സാധനങ്ങളിലും എത്രമാത്രം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ കാര്യങ്ങൾ നമ്മളിപ്പോൾ അവരെ കുറ്റം പറയുന്നതല്ല. എല്ലാവരും ലാഭത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണേ. അപ്പോൾ അവരെ നമ്മൾ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്നാൽ അതിനെ ഓപ്പോസിറ്റ് ഒരു സാധനം വന്നാൽ അവർ എന്തുകൊണ്ടും അതിനെ നേരിടാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ കമൻ്റ് കണ്ടാവാം, പല രീതിയിലാവാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഫോക്കസ് ടി വി മറുനാടനും ഇത് വളരെ വ്യക്തമാക്കി അത് ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പുള്ളിയുടെ വീട്ടിൽ ഉപയോഗിക്കാത്തതെന്ന് ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. പുള്ളി സത്യത്തിൽ വീട്ടിൽ ഉപയോഗിക്കണ്ടാവും. അതിപ്പോൾ നാട്ടുകാരോട് പറയണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. ഇത് തന്നെ പുള്ളി നാട്ടിലേക്ക് പുറത്തേക്ക് പറഞ്ഞ് അത്ഭുതം എന്ന് തന്നെ ഞാൻ പറയണേ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾക്കൊന്നും ഒരു എതിർപ്പ് നമ്മൾ ചെയ്യരുത്. പുള്ളി ഒത്തിരി ബുദ്ധിമുട്ടി അത് ചെയ്തേക്കണേ. അല്ല, പുള്ളിക്ക് അതിൽ നിന്ന് ഒരു തട്ടിപ്പൊന്നും ചെയ്യാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും കൊണ്ടുവന്ന് ഫണ്ട് കൊടുത്താൽ, കോടിക്കണക്കിന് രൂപ കൊടുത്താൽ അത് പുള്ളി എടുത്ത് അങ്ങനെ പോക്കറ്റിലിട്ടുകൊണ്ട് പുള്ളി ലോകത്തുനിന്ന് പോകാനൊന്നും പറ്റില്ലല്ലോ. അത് കറക്റ്റായിട്ട് എഗ്രിമെൻറ്റും കാര്യങ്ങളും വെച്ച് ഫണ്ട് മേടിച്ച് പുള്ളി ഒരു പ്രൊജക്റ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അത് കൈയെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വ്യക്തികൾക്ക് കൊടുക്കുന്നേക്കാൾ നല്ലത് പൊതുമേഖലയിലേക്ക് അത് കൊടുത്ത് അത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ കയറ്റി വിടാൻ, ജനറേറ്റർ കയറ്റി ലോകത്തേക്ക് എങ്ങോട്ട് വിടാനും വിഴിഞ്ഞാൻ പോർട്ടുണ്ട്. ജനറേറ്ററൊക്കെ അടിച്ചുണ്ടാക്കിയാൽ മതി. ഇത് ലോകത്ത് എവിടെയും കയറ്റി വിടാനുള്ള സംവിധാനമായി. നമുക്ക് തൊട്ടടുത്ത് വിഴിഞ്ഞും പോർട്ടുണ്ട്. നമുക്ക് ചെയ്യാലോ. നമ്മളത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ സർക്കാർ തന്നെ മുമ്പോട്ട് ഇറങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർ ചെയ്ത് ഇത് മുന്നോട്ട് പോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത്.